ഇനിയുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കംപ്ലീറ്റ് കിടക്കുന്നത് ആഫ്രിക്കയിലാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ പലതും കാണുന്നുണ്ടാവും. അപ്പോൾ ആഫ്രിക്കയിൽ അതിന് മാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഫ്രിക്കയിലുള്ള പോപ്പുലേഷൻ്റെ ഒരു അളവാണ്. 154 കോടിയോളം ജനങ്ങൾ എൻ്റെ ആഫ്രിക്കയിലുണ്ട്. അതിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്ന് പറഞ്ഞ ഒരു ഏരിയ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 55-നും 58 കോടിക്കും ഇടക്കുണ്ട്. അപ്പോൾ ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആഫ്രിക്ക എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമായിട്ടേ ഉള്ളൂ. ഇനി 5-10 വർഷത്തേക്ക് നല്ല ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും. അതിൽപ്പെട്ട ഒരു നല്ല സിറ്റിയാണ് ദാറുസലാം. കാരണം ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള പല രാജ്യങ്ങളുമായിട്ട് റോഡ് മാർഗം നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാനും പറ്റുന്ന ഒരു സംഭവമാണ് ദാറുസലാം. പിന്നെ ഇതിനൊരു എക്കണോമിക്കൽ ഇതും കൂടിയുണ്ട്. പോർട്ട്, നമുക്ക് സീ പോർട്ട് ഈ ദാറുസലാം എന്ന് പറയുന്ന സിറ്റിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സാധനങ്ങളും ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക്, ടാൻസാനിയയിൽ നിന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും പല രാജ്യങ്ങളിൽ നിന്നുള്ള റിസോഴ്സസ് ഇവിടത്തേക്ക് ഇറക്കുമതി ചെയ്യാനൊക്കെ ദാറുസലാമിനെ ആശ്രയിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടുന്ന് സ്പൈസസ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, മിനറൽസ്, മെറ്റൽസ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നിങ്ങളുടെ രാജ്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. അവിടുന്ന് ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ മാനുഫാക്ചറിങ്ങോ അങ്ങനെയുള്ള ഫുഡ് പ്രോസസ്സിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ടാൻസാനിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതേപോലെ ലോജിസ്റ്റിക് പരമായിട്ടും ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഇനി പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരുപാട് ബിസിനസ് ഉണ്ട്, കൺസൾട്ടേഷൻ തരാമെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പല ആൾക്കാരും പണമൊക്കെ പിടുങ്ങുന്നുണ്ടാവും. ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും ഇവിടുത്തെ ബിസിനസ് തുടങ്ങേണ്ട റെഗുലേഷൻസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾ ഏതെങ്കിലും ആൾക്കാർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ആ പണം നഷ്ടപ്പെടാനുള്ള ചാൻസേ ഉള്ളൂ. ഞാനിവിടെ വന്നതിന് ശേഷം അറിഞ്ഞൊരു കേസുണ്ട്. ഗോൾഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഇതേപോലെ പണം കൊടുത്തു. ആ പണം നഷ്ടപ്പെട്ടു. ഏകദേശം 1 കോടി രൂപയോളം ഇനീഷ്യലി നഷ്ടപ്പെട്ടു. ഇനിയും പണം നഷ്ടപ്പെടാം. അപ്പോൾ അറിവില്ലാത്തത് കൊണ്ടും നിങ്ങൾ എവിടെന്നെങ്കിലും കേട്ട ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള, റാൻഡമായിട്ടുള്ള കുറിക്ക് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല, ജെന്യൂൻ ആയിട്ടുള്ള ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാം. കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം. പണം ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ, കച്ചവടം തുടങ്ങണോ വേണ്ടയോ, ഇവിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണോ അവിടത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പിന്നെ വഴിയെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.